അപ്പോൾ ഈ ബോഡി ഷേമിങ് എന്താണ്? ഈ ബോഡി ഷേമിങ് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചില ആൾക്കാർ ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്. അതായത് വെളുത്ത ആൾക്കാരെയൊക്കെ വെള്ളപ്പാറ്റെന്നും കറുത്തവരെയൊക്കെ കറമ്പികളെന്നൊക്കെ വിളിച്ച് പണ്ട് കുട്ടികളൊക്കെ കളിയാക്കാറുണ്ട്. പക്ഷേ ഇന്ന് എല്ലാവരും ബോഡി ഷേമിങ്ങിനെതിരെ നന്നായിട്ട് പ്രതികരിച്ച് തുടങ്ങിയ കാലഘട്ടമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബോഡി ഷേമിങ്ങിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അത് നമ്മൾ ഒരു വ്യക്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വേണ്ടി ഞാൻ പറയാം, മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതിൽ 3-4 പേരുണ്ട്, എല്ലാവരും പേര് എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൂത്ത കവളും ആകപ്പാടെ ഉരുണ്ടു വരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ? അതായത് ഈ സ്ത്രീ, അതായത് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവരോട് പറയാനുള്ളത്? ഈ പ്രമുഖ സ്ത്രീയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് രമണ, ഈ മണ്ടോദരി എന്ന വാക്കിൻ്റെ അർത്ഥം ബുദ്ധിശക്തിയും ധാർമ്മികതയും ധൈര്യവും ഉള്ളവൾ എന്നാണ്. ഒരു വ്യക്തിയെ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യുന്നത് അത് അവരുടെ മനസ്സിൻ്റെ അംഗവൈകല്യം ഉള്ളത് കൊണ്ടാണ് ഒരാൾക്ക് മറ്റൊരാളെ ബോഡി ഷേമിങ് അത് ഇത്ര ക്രൂരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുമാത്രവുമല്ല, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുട്ടിയടിച്ച് വലിയ പൊട്ടും തൊട്ട് സാരിയും ഉടുത്തിരിക്കുന്നത് പോലെയല്ല മണ്ടോദരി എന്ന കഥാപാത്രത്തെ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സ്നേഹയ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് സ്നേഹ എന്ന കഥാപാത്രം, സ്നേഹ എന്ന വ്യക്തി മണ്ടോദരി എന്ന കഥാപാത്രത്തിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ജീവിക്കുന്നത്. മറിമായം ഓരോ ദിവസവും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ സന്ദേശങ്ങളാണ് തരുന്നത്. സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹ എന്നും മണ്ടോദരിയായി തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ജീവിക്കും.